ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിവ്യൂ സെക്ഷൻ ആയിട്ടല്ല, പകരം ഒരു BL മലയാളം എക്സ്പ്ലനേഷനുമായിട്ടാണ്. ആരാണ് വെറൈറ്റി ആഗ്രഹിക്കാത്തത്? അപ്പൊ തുടങ്ങിയാലോ? നമ്മളുടെ ഭൂരിപക്ഷം ആളുകൾക്കെങ്കിലും ബോയ് ബാൻഡുകളും മ്യൂസിക് ഗ്രൂപ്പുകളും എല്ലാം ഇഷ്ടമായിരിക്കും അല്ലേ? അതിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവും, അതായത് നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ്. ആ ആളെ നമ്മൾ ബയസ് എന്നൊക്കെ പേരിട്ട് വിളിക്കും. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐഡൽ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണ്. അതും നിങ്ങൾ TV-യിൽ മാത്രം കണ്ട ഒരു സെലിബ്രിറ്റി ആയിട്ടല്ല, ഒരുപാട് ആളുകൾക്കിടയിൽ നിന്നും നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന, അതായത് നിങ്ങളോട് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളോട് പ്രണയത്തിലാകാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട്. എന്ത് ചെയ്യും എന്നൊരവസ്ഥയല്ലേ? ഇത് തന്നെയാണ് മൈ ബയസ് ഇസ് ഷോയിങ് എന്ന കൊറിയൻ ബേലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കഥാനായകനായ നാ എയ്ജൂൺ എന്ന ഹൈസ്കൂൾ ടീച്ചറുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തന്റെ ഫേവറേറ്റ് ബോയ് ബാൻഡായ A1-ലെ ചോയ് സിയൂൾ എന്ന ഐഡൽ. സന്തോഷങ്ങളും സംശയങ്ങളും ദുഃഖങ്ങളും ചേർന്ന അവരുടെ കഥ നമ്മളോട് പറയുന്ന ഒരു ഫീൽ ഗുഡ് കൊറിയൻ BL ആണ് മൈ ബയസ് ഇസ് ഷോയിങ്. അപ്പോൾ ഞാൻ അധികം കാട് കയറാതെ നേരെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുവാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓൾസോ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ വേറെ ഡ്രാമകളിലേക്ക് റിവ്യൂ സെക്ഷൻസ് എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. ഒരു ട്രോൾ ടൈപ്പ് റിവ്യൂ ആണ്. അപ്പം അങ്ങനത്തെ റിവ്യൂ സെക്ഷൻസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം, ചാനലിൽ വീഡിയോസ് ഉണ്ട്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുന്നത് A1 എന്ന ബോയ് ബാൻഡ് അവരുടെ ലൈവ് പെർഫോമൻസ് നടത്തുന്നതാണ്. നമ്മുടെ കഥാനായകനായ ഏജു ഈ ബോയ് ബാൻഡിന്റെ കട്ട ഫാനാണ്. അതായത് ഊണിലും ഉറക്കത്തിലും അടക്കം ഇവരുടെ പാട്ടൊക്കെ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ തന്റെ ഫേവറേറ്റ് ബോയ് ബാൻഡിന്റെ ലൈവ് പെർഫോമൻസ് വീട്ടിൽ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഐജുവിന്റെ റൂമിലേക്ക് ആരോ നടന്നു വരുന്നുണ്ട്. ആരായിരിക്കും? ഇതറിയാമെങ്കിൽ ഞങ്ങൾ നിന്റെ എക്സ്പ്ലനേഷൻ കാണുക പെണ്ണുമ്പോളെ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. ഇത് ആർക്കും ഗസ് ചെയ്യാടോ, സിമ്പിൾ, നമ്മുടെ ഐഡിയൽ തന്നെ. ഒരു കാര്യം നേരെ ചുവ കാണാൻ സമ്മതിക്കില്ല. ആരടാ നീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏജും നോക്കുമ്പോൾ അവന്റെ മുമ്പിൽ ആരായിരിക്കുന്നേ? ചോയ്സ് ചെയ്യുന്ന അവന്റെ ഫേവറേറ്റ് ആയിട്ട്. പേര് ഭയങ്കര പണിയാലേ, അതുകൊണ്ട് നമുക്ക് സിയോൾ എന്ന് മാത്രം വിളിക്കാം. വന്നിട്ട് നമ്മുടെ സിയോൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെ ഇഷ്ടം, ചോയ്സ് സിയോളിനാണോ എന്നെയാണോ എന്ന്. ഇപ്പൊ നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ വരും, ഇത് രണ്ടും രണ്ടാളാണോന്ന്. അതായത് ഇവിടെ സിയോൾ ഉദ്ദേശിക്കുന്നത് ഐഡൽ ആയിട്ടുള്ള തന്നെയാണോ അതോ റിയൽ ലൈഫിലുള്ള തന്നെയാണോ ഇഷ്ടം. നമ്മുടെ ഏജുനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നാലും മുഖ്യ ഉരുമിയൊക്കെ പറയുന്നുണ്ട് എനിക്കിഷ്ടം നിങ്ങളെ തന്നെയാണെന്ന്. പെട്ടെന്ന് സിയോൾ ആ ലാപ്പ് അടച്ചു വെക്കുവാണ്. എന്നിട്ട് കൊന്നത്തെങ്ങ് പോലെ പൂത്തെളിഞ്ഞ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്നാ കാണിക്കാനാണ് അതിനകത്തോട്ട് നോക്കിയിരിക്കുന്നത് എന്ന രീതിയിൽ നമ്മുടെ ഏജുവിനെ നോക്കുവാണ്. എന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, നീ എന്നെ തന്നെ, അതായത് ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നീ ലാപ്പിലുള്ള എന്നെ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന എന്നെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പോലും എനിക്കെതിരെ ഒരു കുശുമ്പാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നീ എന്നെ വേണം, അതായത് ഞാനെന്ന റിയാലിറ്റിനെ വേണം നീ കൂടുതൽ ഇഷ്ടപ്പെടാൻ. വാട്ട് എ ടോക്സിക് മാൻ എന്ന് നമുക്ക് തോന്നുമെങ്കിലും സ്നേഹമാണ് സ്നേഹം, വെറും സ്നേഹം. ഇത്രയൊക്കെ പറഞ്ഞ് ഒരു കിസ് അടിക്കാൻ വേണ്ടി അങ്ങ് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. മസ്തിഷ്കത്തിന്റെ മുകളിൽ സൂര്യൻ വന്ന് നേരെ നിന്ന് തുപ്പുന്ന സമയം വരെ കിടന്നുറങ്ങിയിട്ട് ഒരുത്തം കണ്ട സ്വപ്നമായിരുന്നു അത്. പുല്ല് മൂടും പോയി. ഇനിയാണ് നമ്മളെ അങ്ങോട്ട് കാണിക്കുന്നത് ഏജുൻ എത്രത്തോളം വലിയ ഒരു A1 ഗ്രൂപ്പിന്റെ ഫാനാണെന്ന്. അതായത് റൂമിലെ മുക്കിലും മൂലയിലും അടക്കം അവരുടെ പോസ്റ്റേഴ്സും അവരുടെ ഫോട്ടോസും ആണ്. സ്വപ്നം കണ്ടതോ കണ്ട്, ഇനി അതും ആലോചിച്ചുകൊണ്ടിരിക്കാതെ കുളിച്ചൊരുക്കി പണിക്ക് പോകാൻ നോക്ക്. ഉമ്മയോ പോയി, ഇനി ജോലിയും കൂടെ പോകണ്ട. ഇവിടുന്ന് നമുക്ക് ഏജുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു ഹൈസ്കൂളിലെ ടീച്ചറായിട്ടാണ് ഏജുൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അതായത് A1 ഗ്രൂപ്പിന് എന്താ ഫോട്ടോ കാർഡിൽ എനിക്ക് ഇൻഡക്ഷൻ ഉള്ളതൊക്കെ കാണിച്ചുകൊണ്ട്. അപ്പം അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കേണ്ട ഒരു കാര്യം ഓർമ്മ വന്നേ. അതായത് നിങ്ങളുടെ ഡെഡ് ലൈൻ ഇന്നാണ്, സോ എല്ലാവരും വെക്കണം എന്ന് പറയുമ്പോൾ എന്നെ പോലത്തെ നല്ല തലതെറിച്ച പിള്ളേരായിട്ട് ക്ലാസ് കഴിയാൻ കാത്തു നിന്ന് സാറിന് ഒരു വില കൊടുക്കാതെ ക്ലാസ് ഇറങ്ങി ഓടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഞാനും സ്വപ്നം കണ്ട സാർ. ബാക്ക് ടു ദ സ്റ്റോറി, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി. ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ് ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോഴാണ് അടുത്ത പണി കുറെ പുസ്തകം കൊണ്ട് നടന്ന് പുറകെ വരുന്നത്. സാർ, ഈ സാധനം ഒന്ന് സ്റ്റാഫ് റൂമിൽ കൊണ്ട് വെക്കൂ എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്താടാ ചലിക്കുന്ന കുത്തമീനാറോ എന്നും ചോദിച്ചുകൊണ്ട് അത് മേടിച്ച് പിടിക്കുന്നു. എങ്ങനെ എന്റെ കയ്യിൽ അത് കൊടുക്കാൻ തോന്നി എന്ന് ഞാനിവിടെ ആലോചിച്ചിരിക്കുമ്പോൾ ബാഹുബലിനെ മനസ്സിൽ ധ്യാനിച്ച് ആര്യവൻ ബുക്കും തൂക്കി പോയിരുന്നു എന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിട്ട് പുള്ളി അതുകൊണ്ട് കൂളായിട്ട് നടന്നുപോയി. തന്റെ തലയേക്കാൾ പൊക്കത്തിൽ മുക്കിയിരിക്കുന്നതിന്റെ ഇടയ്ക്കൂടെ എങ്ങനെയൊക്കെയോ നോക്കി നടക്കുമ്പോഴാണ് കുരുത്തം കെട്ട പിള്ളേർ അങ്ങോട്ട് പൊന്നു പിള്ളേരെ ഓടി അവിടെ ഉരുണ്ടടിച്ച് വരില്ലെന്ന് പറയുമ്പോൾ സാറേ കൊക്കത്ര കുളം കണ്ടതാ എന്ന ആറ്റിറ്റ്യൂഡിലാണ് പിള്ളേര്. എന്നപ്പോ വീഴട്ടെ എന്നോർത്തുകൊണ്ട് പുള്ളിയുടെ യാത്ര ആരംഭിക്കുകയാണ്. വരാനുള്ളത് വഴി തെങ്ങില്ല, അത് ജാക്കറ്റ് ഇട്ടായാലും വരും എന്ന പഴഞ്ചൊല്ല അവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്സിഡന്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. ദേ പെട്ടിയും ചട്ടിയും തട്ടിയിട്ടുണ്ട് താഴെ വീണതും ഒരു സോറി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു പുള്ളി. അതായത് TV-യിൽ മാത്രം കണ്ട, കൂടിപ്പോയ സ്വപ്നത്തിൽ മാത്രം വരുന്ന തന്റെ ബയസ് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. താനിപ്പോ കാണുന്നത് സത്യമാണോ? തന്റെ കണ്ണുകളെ വിശ്വസിക്കാമോ? താനിപ്പോ ഒരു സ്വപ്ന ലോകത്താണോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞ എന്താ ചെയ്യണ്ടേ എന്നറിയാൻ നിൽക്കുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നായകനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഥ ഇവിടെ ആരംഭിക്കുന്നത്. അപ്പൊ ഇത്ര നേരമായിട്ട് കഥ തുടങ്ങിയില്ലേ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഇല്ല, ശരിക്കുമുള്ള കഥ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ ഏജൂണിന്റെ പാസ്റ്റ് ആണ് കാണിക്കുന്നത്. ടീച്ചിങ് പ്രൊഫഷൻ മുന്നേ കണ്ട് ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിലും പാസ് ആവുന്നില്ല. തനിക്ക് വരുന്ന ഓരോ റിജക്ഷൻ മെസ്സേജും വായിച്ച് ഈ ജന്മത്തിൽ തനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല എന്ന റിയലൈസേഷനിൽ പുള്ളി അവിടെ കിടക്കുവാണ്. ജീവിതമേ മടുത്തു എന്ന രീതിയിൽ നമ്മുടെ നായകനോടെ കിടക്കുമ്പോഴാണ് മൂട്ടിൽ വെയിലടിച്ചിട്ട് നിനക്ക് എഴുന്നേക്കാനായില്ലേടാ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നായകനെ ചവിട്ടാനായി ഒരു പുതിയ ക്യാരക്ടർ രംഗപ്രവേശം നടത്തുന്നത്.
ഈ ആളെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഡ്രാമയിൽ മെയിൻ ആയിട്ട് തന്നെയുള്ള ഒരു ക്യാരക്ടറാണ്. ഇദ്ദേഹത്തിന്റെ പേര് ജി ക്യൂസങ് ആണ്. ഈ ജി ക്യൂസങ് എന്നുള്ള പേരൊക്കെ ഞാൻ പറയാൻ നിൽക്കുവാണെങ്കിൽ ജെംസിന്റെ പരസ്യം പോലെ പിക്കള പിക്കള പിങ് പിങ് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നായകന്റെ കസിനാണ്. സോ ഇദ്ദേഹത്തെ നമുക്ക് കസിൻ എന്ന് വിളിക്കാം. നീ എന്തിനാ നിരാഹാരം ഇരിക്കാനുള്ള പ്ലാനാണോ? അറ്റ്ലീസ്റ്റ് ഒന്ന് എന്തെങ്കിലും തിന്നിട്ട് പോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി പോകുന്നുണ്ട്. സ്നേഹമുള്ള ചേട്ടനാ. നമ്മുടെ ഏജൂൺ ആണെങ്കിലോ ജോലിയും കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു വിഷമത്തിൽ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നേരെ ഫോൺ എടുത്ത് ഫേവറേറ്റ് ബോയ് ബാൻഡിന്റെ പാട്ട് വെച്ച് കേട്ടോണ്ട് കിടക്കുവാണ്. കുറെ നേരം അതും വെച്ച് കേട്ടോണ്ട് കിടന്ന് സ്വന്തം സങ്കടങ്ങളൊക്കെ അയവിറക്കി ശേഷം എഴുന്നേറ്റ് തന്റെ റൂമിൽ അവരുടെ ഫോട്ടോസിലോട്ടൊക്കെ നോക്കുവാണ്. ഇതേ സമയം തന്റെ ഫേവറേറ്റ് ഐഡൽ ആയിട്ടുള്ള സിയോളിന്റെ ഒരു മോട്ടിവേഷൻ സെന്റൻസ് ഇങ്ങനെ ലൈവായിട്ട് പുറത്തേക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് തോൽവികൾ നമുക്ക് എപ്പോഴും ഉണ്ടാകും, അതിൽ പതറാതെ മുന്നോട്ട് നീങ്ങണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏജൂന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അതേ കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയില്ല, ഏജൂന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് ചെയ്യുന്നത്. ആ ഫോൺ കോളിൽ പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടി, നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാന്നാണ്. ഏജൂൻ അവിടെ ആ സമയത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. ചക്കയിട്ടപ്പോൾ മോലി ചത്ത പോലെ ആണെങ്കിലും ഏജുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഐഡലിന്റെ വേർഡ്സ് എല്ലാം അവന് ഭയങ്കര പ്രീഷ്യസ് ആണ്. അതെല്ലാം അവൻ ഭയങ്കര വിശ്വാസം, ഭയങ്കര ലക്കായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആഗ്രഹിച്ച ജോലി തന്നെ ഏജുവിന് കിട്ടുവാണ്. പക്ഷേ ഇവിടെ ഏജുൻ താനൊരു A1 ഗ്രൂപ്പിന്റെ ബിഗ്ഗസ്റ്റ് ഫാൻ എന്നുള്ളൊരു കാര്യം പുറത്ത് പറയുന്നില്ല. അത് ഹൈഡാക്കി വെക്കുക തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ സ്കൂളിലും ഉണ്ടാവും ഇതുപോലെ ഒരു പ്രിൻസിപ്പാൾ. ടീച്ചേഴ്സിന് അവരുടെ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാൻ പോലും സമ്മതിക്കില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ശമ്പളം തരുന്നത്, അതുകൊണ്ട് സഹിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ടീച്ചേഴ്സ്. അങ്ങനെ ടീച്ചേഴ്സിന് കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ട് പ്രിൻസിപ്പാൾ പോയി. കാലമാടം പോയി, ബാ ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം, നമുക്ക് നമ്മുടെ പരദൂഷണങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 2 ലേഡി ടീച്ചേഴ്സ് അവിടെ നിന്ന് പരദൂഷണം പറയാൻ തുടങ്ങുന്നുണ്ട്. ഇവർ പരദൂഷണം പറയുന്നത് നമ്മുടെ സിയോളിനെ പറ്റിയാണ്. ഇവരറിയുന്നില്ല ഏറ്റവും വലിയൊരു ഫാൻ ബോയ് ആണ് ബാക്കിലിരിക്കുന്നത്. ഇവരിത് പറയുമ്പോൾ പെട്ടെന്ന് ഇതിന് ഇടയ്ക്കോട്ട് നമ്മുടെ ഏജൂൺ കയറുന്നുണ്ട്. പക്ഷെ കയറിയാലും താൻ 50 രൂപയ്ക്ക് 500 രൂപയുടെ ഓസ്കാർ ആക്ടിങ് അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അതായത് താനിത് എവിടെയോ വായിച്ച് കേട്ട് അറിഞ്ഞതാണ്, ഈ ഒരാളുടെ പേര് പോലും എനിക്കറിയില്ല, ആ ഒരു രീതിയിലാണ് അവരോട് കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് തിരിച്ച് നല്ല പ്രൗഡായിട്ട് വന്നിരിപ്പുണ്ട്. അതായത് ഞാൻ ശരിയാക്കി, എന്റെ ഐഡലിനെ ഞാൻ രക്ഷിച്ചു എന്ന്. ഇനി നമ്മൾ നേരെ പ്രസന്റിലേക്ക് വരുവാണ്. അതായത് സ്റ്റാർട്ടിങ്ങിലെ തട്ടിയിട്ടായിരുന്നല്ലോ, അതിന്റെ ബാക്കിയാണ് ഇനിയിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ആക്ച്വലി നമ്മുടെ സിയോൾ ഈ സ്കൂളിലേക്ക് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷൂട്ടിങ്, അതായത് ഒരു പ്രമോഷൻ പോലത്തെ ഒരു ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ എല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. സിയോൾ അടക്കം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഏജോണ്ട് മാത്രം പോയ കിളികളൊന്നും തിരിച്ചു കൂട്ടി കയറിയിട്ടില്ല. ആ രീതിയിലാണ് ഇരിക്കുന്ന പുള്ളി. ഇനിയാണ് യഥാർത്ഥ ടെസ്റ്റ്. അതായത് സിയോളിന് സ്കൂളിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് സിയോളിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ വേണം, അഥവാ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. എന്നേക്കാൾ വലിയ കേമനോ, അതും ഈ സ്കൂളിൽ ഞാൻ തന്നെ എന്ന രീതിയിൽ ഓവർ കോൺഫിഡൻസ് വിട്ട് ഒരു സാർ ഇരിക്കുന്നു. ആ സാറിനെ തന്നെ ചൂസ് ചെയ്തുകൊണ്ടാണ് പ്രിൻസിപ്പാൾ ഇരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ സിയോൾ ചാടിക്കാർ പറഞ്ഞത്, പട്ടുള എനിക്ക് വേട്ടവളിനൊന്നും വേണ്ട, എന്നെ ഏജോൺ തന്നെ ഗൈഡ് ചെയ്താൽ മതിയെന്ന്. പാവം ഏജോൺ, അല്ലേലേ എനിക്ക് കിളിയില്ല, ഇതും കൂടെ ആയപ്പോൾ പൂർത്തിയായി. അതായത് ബാക്കി ടീച്ചേഴ്സും പ്രിൻസിപ്പാൾ എല്ലാം പറയുന്നുണ്ട് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ എടുക്കുന്നതല്ലേ നല്ലത്. പക്ഷെ നമ്മുടെ സിയോൾ അമ്പലും ബിരിയാണി എടുക്കാതെ എനിക്ക് ഏജൂണിനെ തന്നെ മതി എന്നൊരു രീതിയിൽ നിൽക്കുവാണ്. കൂടെ തന്നെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഏജൂൺ ഈസ് മൈ ടൈപ്പ് എന്ന്. അതും കൂടെ കേട്ടപ്പോ കയ്യിൽ നിന്ന് പോയെന്ന് പറയാലോ. ഏജൂണിന് മാത്രമല്ല എല്ലാവരും അന്തം വിട്ട് നോക്കുക, എന്താ ഈ പറഞ്ഞേ. പക്ഷെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് സിയോൾ പറയുന്നുണ്ട്, അതായത് പുതിയതായിട്ടുള്ള ആൾക്കാരെ ആണല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ച രീതിയിൽ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉറപ്പിച്ച് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തീയതിയും അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. എല്ലാവരും ഇറങ്ങിപ്പോയപ്പോഴാണ് പാവം ഏജൂണിന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ സമയത്ത് ഏജൂണിനെ കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നിയിട്ട് ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, ഏജൂൺ നിങ്ങൾ ഓക്കെ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. എനിക്കെന്ത് പ്രശ്നം, ഞാൻ ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞ് നാക്കെടുത്ത് അണ്ണാക്കിലേക്ക് ഇടുന്നതിന് മുമ്പ് ആളവിടെ ദേ കിടക്കുന്നു. ഇനി കാണിക്കുന്നത് വീടാണ്. ഏജൂൺ ആണെങ്കിൽ കസിനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ വന്നിട്ട് കൂവാണ്. അതായത് നമ്മുടെ കസിൻ എന്ന് പറയുന്നത് A1 എന്ന് പറയുന്ന ബോയ് ബാൻഡിന്റെ മാനേജറാണ്. സോ ഇദ്ദേഹത്തിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എടാ തവളയ്ക്ക് ഒന്നിനും ഉണ്ടായ സങ്കരീനത്തിൽപ്പെട്ട കുണ്ടളപുഴയുടെ മുഖമുള്ളവനെ നീ ഇതിന്റെ ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് തിളയ്ക്കുവാണ് നമ്മുടെ ഏജൂൺ. മിണ്ടാതിരിക്കാൻ കുറച്ച് കഴിയുമ്പോൾ പോകുമായിരിക്കും എന്ന ഭാവത്തിൽ കയ്യിൽ കിട്ടിയ കുറച്ച് ടിഷ്യൂ എടുത്ത് ചെവിയിൽ തിരികെ കയറ്റി നമ്മുടെ കസിനോട് ഇരിപ്പുണ്ട്. എന്നാലും നമ്മുടെ അർജുൻ വിടുന്നില്ല. ഐ വാണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബിഫോർ സൺറൈസ് എന്ന രീതിയിൽ പുള്ളി നിൽക്കുവാണ്. എന്റെ പോയി ഇറക്കാം, വേട്ടാവളിമാരുടെ കാര്യം മാത്രം നീ എന്നോട് പറയരുത്, ആദ്യം അവനെ റിജക്ട് ചെയ്തു, പിന്നെ ഇപ്പൊ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് നമ്മുടെ കസിൻ കാര്യമായ കാര്യം പറയുന്നുണ്ട്. ഇനി എന്റെ കയ്യിൽ നിന്ന് പച്ച വെള്ളം പോലെ എനിക്ക് കിട്ടൂലടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ നമ്മുടെ അർജുൻ റൂമിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ഏജും പറഞ്ഞതാ, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. ചെക്കനെ പറഞ്ഞിട്ടും കാര്യമില്ല, ജീവിക്കുന്നത് അവന്റെ കൂടെയാണ്, റെന്റ് കൊടുക്കുന്ന ഓനാണ്, അന്നേരം താമസിക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതെ വേറെ വഴിയില്ല. ഇവിടെ നമ്മുടെ കസിൻ ചോദിക്കുന്നുണ്ട്, സാധാരണ ഞാനോട്ട് നിനക്ക് സന്തോഷമാവുന്നു, കാരണം നിന്റെ ഡ്രീം ആയിട്ടുള്ള ഒരു ഐഡിയ നിന്റെ മുമ്പിൽ വന്നിരിക്കും, പക്ഷെ അതിന് പകരം നീ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് എന്റെ മണ്ടയ്ക്ക് കയറുവാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, എനിക്ക് നേരിൽ കണ്ടത് വിശ്വസിക്കണോ വേണ്ടോ എന്ന് പോലും അറിയത്തില്ല, അതായത് സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും തിരിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് സന്തോഷത്തെക്കാൾ കൂടുതൽ കൺഫ്യൂഷൻ ആണ് വരുന്നതെന്ന്. ഓൾസോ നമ്മുടെ ഏജന്റ് നൈസായിട്ട് എന്റെ ഇടയ്ക്കൂടെ ചോദിക്കുന്നുണ്ട്, എന്താണ് സിയോളിന്റെ ടൈപ്പ് എന്ന്. നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന രീതിയിൽ ഏജുവിന്റെ ഒരു നോട്ടോ നോക്കി മിണ്ടാതിരിക്കാം, അത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന രീതിയിൽ കസിനിരിക്കുന്നു.
ഇനിയിപ്പോൾ എന്നെ പോലെ ക്യൂട്ടായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും പുള്ളിക്ക് ഇഷ്ടം എന്ന് അർജുൻ സ്വന്തമായിട്ട് പറയുമ്പോൾ പുല്ല് വിശന്ന് കിടന്ന അത്ര ഉള്ളവൻ്റെ തള്ള കേൾക്കാൻ വയ്യ എന്ന രീതിയിൽ എഴുന്നേറ്റ് പോകുന്ന കസിനോട് അവിടെ ഇരി മുഴുവൻ തിന്നിട്ട് പോയാൽ മതി ഞാൻ നിർത്തി എന്ന രീതിയിൽ പറഞ്ഞ് അർജുൻ അവിടെ ഇരുത്തിക്കുന്നു. പിറ്റേ ദിവസം ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. അമരക്രന്തോണിയില് അച്ഛൻ വയ്യാണ്ട് കിടക്കുമ്പോൾ കാണാൻ വരുന്ന പിഷാരടിനെ പോലെ പാർട്ടി വെയർ വിട്ട് തുജേ ദേഖാ കോയി ജാനാസനം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്ന അർജുൻ. ഇങ്ങനെ രാവിലെ ഏത് മൂത്തേനം സാധനം കൂട്ടിയിട്ട് കത്തിച്ച് വലിച്ചതാണ് എന്ന് കൺഫ്യൂഷൻ നിൽക്കുന്ന പിള്ളേര്. എന്താ സാർ വല്ല കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയാണോ എന്ന് പിള്ളേർ ചോദിക്കുന്നുണ്ട്. എന്താ ഇതുപോലെ സിമ്പിളായി വസ്ത്രം ധരിക്കുന്നവരെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ലേ, ഡോണ്ട് ദേ ലൈക്ക് ഇറ്റ് എന്ന രീതിയിൽ ഡ്രസ്സിംഗ് സെൻസ് ഇല്ലാത്ത പേട്ട പിള്ളേർ എന്നൊരു മനോഭാവത്തിൽ ക്ലാസ് എടുത്ത് ഇറങ്ങി വരുന്ന നമ്മുടെ അർജുൻ. ഇത് കുറച്ച് ഓവറായോ, ഊരിക്കളയേണ്ടി വരുമോ എന്നാലോചിച്ച് വരുമ്പോൾ ദേ നിൽക്കുന്നു താഴെ. ഇത്ര നേരം പുള്ളിയെടുത്ത് കിളികളെല്ലാം സേഫ് ആയിരുന്നു, ഇപ്പൊ തൊട്ട് ഓരോന്നായിട്ട് പറന്നു പോകാൻ തുടങ്ങും. എന്നാ വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് റെക്കോർഡിംഗ് റൂമിലേക്ക് പോകുന്ന പറഞ്ഞുകൊണ്ട് സിയോള് നടക്കുന്നുണ്ട്. അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നമ്മുടെ ഏജും വീണ്ടും അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിയോള് തിരിച്ചു വന്നിട്ട് വേഗം നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞു കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് നടന്നു പോകുമ്പോൾ അതാ സിയോള് ഇറ്റ്സ് പെട്ടിന്ന് തീർന്നില്ലേ. പെട്ടെന്ന് വിചാരിച്ചു തന്നെയാണ് പറഞ്ഞതെന്ന്. പെട്ടെന്നാണ് സ്വബോധം ഉണ്ടായത്. എന്നെ പറയാൻ യാതൊരു വഴിയില്ല. അവ പിന്നെ ക്യാമ്പസിനായിരിക്കും. ഉടനെ പറഞ്ഞു ആ അതെ അതെ ക്യാമ്പസ് വളരെ പ്രിറ്റിയാണ്, ഇത്ര നല്ലൊരു ക്യാമ്പസ് ഈ പഞ്ചായത്തിൽ വേറെയില്ല. നേരെ ജീവ കാര്യം പറഞ്ഞാൽ ഈ മാങ്ങാത്തലേനെ മനസ്സിലാവത്തില്ലല്ലോ എന്ന രീതിയിൽ സിയോള് തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കാത്തെ, എൻ്റെ കണ്ണിലോട്ട് നോക്കാത്തെ, ഞാൻ നിങ്ങളെ സെലക്ട് ആക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അർജുൻ പറയുന്നുണ്ട് അയ്യോ അതൊന്നും അല്ല കാര്യം, പിന്നെ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല, വേറൊരു ടീച്ചറിനെ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ഒപ്പിച്ച് തരും, ഞാൻ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സിയോള് പറയുന്നുണ്ട് അല്ല അത് ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു, യു ആർ മൈ ടൈപ്പ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഏജുവിന് നേരത്തെ കാര്യം ഓർമ്മ വന്നു. ആ അതെനിക്കറിയാം, ഒരു പുതിയതായിട്ടുള്ള ഒരാളോട് വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സിയോള് തിരുത്തുന്നുണ്ട്, ഞാൻ അത് അവിടുന്ന് പറഞ്ഞതാണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, യു ആർ മൈ ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ എന്താ അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ആകെ കൂടെ സ്തംഭിച്ച് നിൽക്കുന്ന ഏജുവിനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്.